2013 പ്രകാരം പല ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്. ഈ ടൈപ്സ് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത് പല ബേസിസിലാണ്. ആദ്യം തന്നെ ബേസ്ഡ് ഓൺ ഇൻകോർപ്പറേഷൻ. ബേസ്ഡ് ഓൺ ഇൻകോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഉണ്ട്, രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കമ്പനി that has started by the act of parliament. അതായത് പാർലമെന്റ് വഴി ഒരു കമ്പനി പാർലമെന്റിന്റെ ഒരു ലോ വഴി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത അതാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഫോർ എക്സാമ്പിൾ LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയാണ്. നെക്സ്റ്റ് ഇസ് രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ നമുക്ക് കാണാം പബ്ലിക് കമ്പനി വരും, പ്രൈവറ്റ് കമ്പനി വരും, അതുപോലെ തന്നെ 1 person കമ്പനിയും വരും. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 7 or more മെമ്പേഴ്സ് ഉള്ളതാണ് ഒരു പബ്ലിക് കമ്പനിയായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ഇസ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അതിൽ 2 or more മെമ്പേഴ്സ് ആയിരിക്കും ഉള്ളത്. അടുത്ത ടൈപ്പ് ഓഫ് കമ്പനി ബേസ്ഡ് ഓൺ മെമ്പേഴ്സ് എന്നുള്ളത് 1 person കമ്പനി. സോ 1 person കമ്പനി എന്ന് പറഞ്ഞാൽ അതിൽ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ അതിൽ 1 person ഉണ്ടാകുകയുള്ളൂ. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റെസിഡൻസ് ആണ്. ബേസ്ഡ് ഓൺ റെസിഡൻസിൽ ഫോറിൻ കമ്പനിയും ഉണ്ട്, ഇന്ത്യൻ കമ്പനിയും ഉണ്ട്. ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ അത് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. അതിൻ്റെ ഒരു സബ്സിഡറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെഗ്മെൻറ്റ് ഇന്ത്യയിൽ ഫങ്ഷനിങ് ആണെങ്കിലാണ് അതൊരു ഫോറിൻ കമ്പനിയായിട്ട് മാറുന്നത്. അടുത്തത് ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി എന്ന് പറയുമ്പോൾ ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ആയിരിക്കും, അതുപോലെ തന്നെ അത് ഫങ്ഷൻ ചെയ്യുന്നത് ഇന്ത്യൻ ടെറിട്ടറിയിൽ തന്നെയായിരിക്കും. ഇങ്ങനത്തെ കമ്പനീസാണ് ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 8 ഓഫ് കമ്പനീസ് ആക്ട് 2013 അണ്ടറിൽ കൊടുത്തിരിക്കുന്ന ഒരു കമ്പനി ക്ലാസിഫിക്കേഷനാണ് നോൺ പ്രോഫിറ്റ് കമ്പനി. ഇങ്ങനത്തെ കമ്പനീസ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് ആയിരിക്കും ഇവരുടെ ബേസിസ്. അതായത് ഫോർ ചാരിറ്റി പർപ്പസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്സിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ സ്പോർട്ടിൻ്റെ പ്രൊമോഷൻ ഇതിനൊക്കെ വേണ്ടി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി, അതായത് ഒരു നോൺ പ്രോഫിറ്റ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്ലാസിഫിക്കേഷനാണ് സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ സെക്ഷൻ 2 clause 85 ഓഫ് കമ്പനീസ് ആക്ടിലാണ് സ്മോൾ കമ്പനീസ് എന്താണെന്ന് പറയുന്നത്. ആസ് പെർ കമ്പനീസ് ആക്ട് 2013 ഇങ്ങനത്തെ കമ്പനി എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് അപ്പ് നോട്ട് എക്സീഡിങ് 50 lakh rupees per year and turnover not exceeding 2 crores. ഇങ്ങനത്തെ കമ്പനീസാണ് സ്മോൾ കമ്പനീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് സബ്സിഡറി കമ്പനീസും ഹോൾഡിംഗ് കമ്പനീസും. ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാരന്റ് കമ്പനിയാണ്. ഇവരായിരിക്കും ഈ സബ്സിഡറി കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാം ടാറ്റ സൺസ് ആണ് ഒരു ഹോൾഡിംഗ് കമ്പനി. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടാറ്റ മോട്ടോഴ്സ്, അങ്ങനത്തെ ബാക്കിയുള്ള ടാറ്റയുടെ സബ്സിഡറി ഗ്രൂപ്പ്സ്. നെക്സ്റ്റ് ഇസ് ഡോർമെന്റ് കമ്പനി. ഡോർമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ it has not carried on business or significant accounting transaction for the last 2 years. ലാസ്റ്റ് 2 yearsൽ ഇവർ ബിസിനസ്സോ അതുപോലെ തന്നെ എന്തെങ്കിലും സിഗ്നിഫിക്കൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷനോ കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് അതൊരു ഡോർമെന്റ് കമ്പനി ആകുന്നത്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്. ഈ കമ്പനി എന്ന് പറയുന്നത് ദിസ് ഇസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്, എൻഗേജ്ഡ് ഇൻ ബിസിനസ് ഓഫ് ഗിവിംഗ് ലോൺസ്, അഡ്വാൻസസ്, അക്വിസിഷൻ ഓഫ് ഷെയർസ്, സ്റ്റോക്സ്, ബോൺസ് എക്സെട്ര. അതായത് ലോൺസ് കൊടുക്കാനോ അഡ്വാൻസ് കൊടുക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. നെക്സ്റ്റ് ഇസ് ലിസ്റ്റഡ് കമ്പനി. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് എനി of its securities listed on any recognized stock exchanges. അതായത് ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഒരു ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്നത്. സോ വൈൻഡിങ് അപ്പ്, നിങ്ങൾക്ക് ഒരു ബേക്കറി തുടങ്ങണമെങ്കിലോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങണമെങ്കിലോ ഒരു ടെക് കമ്പനി തുടങ്ങണമെങ്കിലോ കമ്പനീസ് ആക്ട് ഹാസ് എ ടൈപ്പ് ഓഫ് കമ്പനി ജസ്റ്റ് ഫോർ യു.